ഭയങ്കര പണിയായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഗിരിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വൈകുന്നേരം ആ വഴിക്ക് റൗണ്ട്സിന് പോയ പോലീസുകാരാ പറഞ്ഞത്. അത് എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. സൈറ്റിലെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് തല കാണിക്കാന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടുകാരനെ ഇങ്ങോട്ട് ക്ഷണിക്കായിരുന്നില്ലേ? അതൊന്നും വേണ്ട. അല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു കൂട്ടുകാരൻ. ഇതാ ഒരു ടൈപ്പാ. അപ്പോ ഗിരിയേട്ടൻ പ്രീതിയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ളവരുമായിട്ട് പിന്നെ എന്തിനാ കൂട്ടുകൂടുന്നേ? അങ്ങ് ഒഴിവാക്കിക്കൂടെ? പണ്ടെനിക്ക് വലിയൊരു സഹായം ചെയ്തിട്ടുള്ള ഒരാളാ. അതിന്റെ നന്ദി കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അത് അയാൾ അർഹിക്കുന്നില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അയാളുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കൈയകലം പാലിക്കുന്ന നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ഗിരിയേട്ടൻ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കൂട്ടുകാരെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം അയാളെ കൊണ്ടുള്ള ശല്യം തീരാറായി. വൈകാതെ അയാൾ പുറത്തേക്ക് പോവും. അതുവരെ സഹിക്കേ നിവർത്തിയുള്ളൂ. ഗിരിയേട്ടൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നമ്മൾ തമ്മിൽ നടന്നതറിഞ്ഞ മഞ്ജു ഗിരിയേട്ടനോട് കഴിയുന്നു തോന്നുന്നുണ്ടോ? പ്രീതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ മഞ്ജു ഒരുപാട് വിഷമിക്കും. അത് ഇവളെ മാത്രമല്ല, കുഞ്ഞിനെയും ബാധിക്കും. വെറുതെ ഇപ്പൊ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ട. വെറുതെ ഒറ്റയ്ക്ക് മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ കൊണ്ട് നടക്കണ്ട. എല്ലാം പങ്കുവെക്കാനാണല്ലോ ഭാര്യ ഉള്ളത്. അങ്ങനെ എല്ലാം നീ പങ്കിട്ടെടുക്കണ്ട. തൽക്കാലം എന്റെ സന്തോഷത്തിന്റെ പങ്ക് മാത്രം നീ എടുത്താൽ മതി. ടെൻഷനും വിഷമവും ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, എന്തൊരു സ്നേഹം! സ്നേഹം കൊണ്ട് മാത്രമല്ല, നിന്റെ ഈ അവസ്ഥയിൽ ആവശ്യമില്ലാത്ത ടെൻഷനും സങ്കടമൊന്നും ഉണ്ടാവരുത്. നല്ല ഹാപ്പി ആയിരിക്കണം. എന്നിട്ടാണോ ഞാനിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരാത്തെ? ശരി, അത് വലിയൊരു തെറ്റായിപ്പോയി. നാളെ ഉച്ചയ്ക്ക് നിന്നെ ഞാൻ സ്റ്റേഷനിൽ ഒന്ന് പിക്ക് ചെയ്യാം. എന്നിട്ട് നിനക്കിഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. പോരെ? ആരടാ നീ? എന്റെ വീട്ടിൽ കയറാൻ മാത്രം ധൈര്യം നിനക്കുണ്ടോ? ഇറങ്ങി പോടാ അവിടുന്ന്. ഇറങ്ങി പോടാ. മിണ്ടാ നിന്നോണം. നടക്കടി അങ്ങോട്ട്. ഇതിന്റെ പിന്നിൽ നീയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അല്ല, ഈ പ്രതികാരം ചെയ്യുന്നതിന് മുമ്പേ ആളുകളെ ചിരിപ്പിക്കണം എന്ന് വല്ല തീരുമാനമുണ്ടോ? ഈ കോമാളി വേഷത്തിന്റെ കാരണം മനസ്സിലായില്ല. ഞങ്ങളുടെ വേഷത്തിന്റെ കാരണം മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടി അല്ല ഞങ്ങൾ വന്നത്. എനിക്ക് തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് സത്യസന്ധമായ ഉത്തരം പറഞ്ഞ ഞങ്ങൾ വന്ന വഴിക്ക് പോവും. ഇല്ലെങ്കിലോ? ചേട്ടാ, അവള് ചോദിക്കുന്നതിന് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞ നിനക്ക് നല്ലത്. എന്താ നിനക്കറിയേണ്ടത്? ചോദിച്ചു തൊലയ്ക്ക്.
പീതാംബരന്റെ മരണവുമായി തനിക്ക് എന്ത് ബന്ധമുള്ളത്? എനിക്ക് ഒരു ബന്ധവുമില്ല. ചേട്ടാ, പറയൂ. സത്യമായിട്ട് ആളെ കൊന്നത് ഞാനല്ല. താനല്ല പീതാംബരനെ കൊന്നതെങ്കിൽ എന്തിനാ താൻ ഓഫീസിലായിരുന്നു എന്നോട് പറഞ്ഞത്? സത്യം പറഞ്ഞ ആരും വിശ്വസിക്കില്ല. ആഹാ, എന്നാ ആ സത്യം ഒന്ന് കേൾക്കണമല്ലോ. ചുമ്മാ പറഞ്ഞു നോക്ക്, എങ്ങനെ ഞാൻ വിശ്വസിച്ചാലോ? പീതാംബരി മരിച്ച ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാ അവൻ വന്നേ. അവൻ ഒന്നും രണ്ടും പറഞ്ഞതിനോട് വഴക്കൂടി. ഞങ്ങൾ തമ്മിൽ ഒന്നും തള്ളുണ്ടായി. ഞാനൊരു കത്തിയെടുത്ത് അവനെ കുത്തുന്ന് പേടിപ്പിച്ചു. വേണ്ട പീതാംബരം, വേണ്ട. എന്താടാ ഗോപാല, ഇപ്പൊ നിന്റെ ധൈര്യമൊക്കെ അവിടെ പോയി? ഇത്രയുള്ളടാ മനുഷ്യന്റെ കാര്യം. ഒരടി എടുത്തു വയ്ക്കുന്നത് തെറ്റിയാ മതി, ചാത്തും മാലെന്ന് കിടക്കും. പീതാംബരം, നീ എന്നെ കൊല്ലരുത്. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഹ! അതിനാർക്ക് വേണടാ നിന്റെ കാശ്? അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദാ ഇപ്പൊ ഇവിടെ വെച്ച് നിന്നെ എനിക്ക് തീർക്കാം. കേട്ടെ, പക്ഷേ ഞാനത് ചെയ്യില്ല. ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളെയും ഇതുവരെ കൊന്നിട്ടില്ല. ആ തെറ്റ് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ നീ സന്തോഷിക്കണ്ട, നിന്റെ അവസാനം അധികം വൈകാതെ തന്നെ ഉണ്ടാവും. അതൊന്നെങ്കിൽ മാധവന്റെ മക്കളുടെ കൈകൊണ്ടോ ഇല്ലെങ്കിൽ ശങ്കരന്റെ മകന്റെ കൈകൊണ്ടോ ആയിരിക്കും. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ മുന്നേ കോടതി നിന്നെ ശിക്ഷിക്കും. ഞാൻ എന്തായാലും നിനക്കെതിരെ സാക്ഷി പറയും. നീ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളിൽ പകുതിയെങ്കിലും കോടതിയിൽ തെളിഞ്ഞാൽ പിന്നെ നീ പുറം ലോകം കാണില്ല. നീ നിന്റെ അവസാന ശ്വാസം എടുക്കാൻ പോകുന്നത് ജയിലിലായിരിക്കൂടാ ഗോപാല. അതിന് കാരണക്കാരനാകാൻ പോകുന്നതേ ഞാനാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. എനിക്കത് മതിയടാ. എന്നാ പോട്ടടാ കന്നാസ് ഗോപാല. നിന്റെ ഒരു കത്തി. പീതാംബര, ഒന്ന് നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഓടാ.